ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ആവേശകരമായ സെമി ഫൈനൽ മത്സരത്തിനൊടുവിൽ FC ബാഴ്സലോണയ്ക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തു പോവേണ്ടി വന്നിരുന്നു. ഇന്റർ മിലാനാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അഗ്രിഗേറ്റിൽ 6-നെതിരെ 7 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ബാഴ്സ ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഇന്റർ മിലാൻ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. റഫറിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടെ ഡച്ച് ഇതിഹാസമായ റൂഡ് ഗുള്ളിറ്റ് ബാഴ്സയ്ക്ക് പിന്തുണയുമായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇന്റർ മിലാൻ നേടിയ 2 ഗോളുകൾ അത് അസാധുവാകേണ്ടതാണ് എന്നാണ് റൂഡ് ഗുള്ളിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇന്റർ മിലാന്റെ പെനാൽറ്റി അത് അർഹിച്ചിരുന്നില്ല. അതുപോലെ തന്നെ 3-ാം ഗോളിന് മുൻപ് അവിടെ ഒരു ഫൗൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഗുള്ളിറ്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്റർ മിലാന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി അത് പെനാൽറ്റി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഇന്റർ മിലാൻ നേടിയ 3-ാം ഗോൾ ശരിക്കും ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ അത് ഫൗളാണ്. പക്ഷേ ഡംഫ്രീസ് വളരെ സ്മാർട്ട് ആയിക്കൊണ്ടാണ് അവിടെ നീങ്ങിയത്. FC ബാഴ്സലോണ പുറത്തായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരാണ് ഹൃദയം കീഴടക്കിയത്. ഇതാണ് ഡച്ച് ഇതിഹാസമായ റൂഡ് ഗുള്ളിറ്റ് പറഞ്ഞിട്ടുള്ളത്. വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ഏറ്റവും ഒടുവിൽ ബാഴ്സലോണയ്ക്ക് ഹൃദയം തകർന്നുകൊണ്ട് കളിക്കളം വിടേണ്ടി വരികയായിരുന്നു. അവരുടെ UCL വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് ഇപ്പോഴും നീളുകയാണ്. 2015-ലായിരുന്നു FC ബാഴ്സലോണ അവസാനമായി ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.